देखिए 10 साल केजरीवाल को दिया, ठीक है, कांग्रेस का कहीं नाम नहीं है। और मुझे ऐसा लग रहा है मोदी जी ने इतनी जो विकास की योजनाएं दिल्ली को दी हैं और बीजेपी का जो आया है इनका संकल्प पत्र। പക്ഷേ ഫെബ്രുവരി 5-ന് ഡൽഹി തിരഞ്ഞെടുപ്പാണ്. 8-ാം തീയതി ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നു. 15 വർഷം ഡൽഹി ഭരിച്ച കോൺഗ്രസ് 2015 അവിടേക്ക് ആം ആദ്മി പാർട്ടി വരുന്നു. പിന്നീട് അവരുടെ ഭരണമാണ്. പിന്നെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഒരു 27 വർഷമായി BJP തൊട്ടുപോലും നോക്കാൻ കഴിഞ്ഞിട്ടില്ല BJPക്ക് ഡൽഹിയിൽ എന്നുള്ളതാണ്. ഇത്തവണ BJP 70 സീറ്റുകളുണ്ട്. പക്ഷേ ഇത്തവണ BJP എത്ര പിടിക്കും, എത്ര സീറ്റ് കിട്ടും, ഇതൊക്കെ ഒരു പ്രവചനാതീതമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഈ ഡൽഹി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചില ആളുകളോട് ഡൽഹിയിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഒരു മുസ്ലിം സ്ത്രീ ഒരു യുവതി പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. അതായത് സാധാരണ BJP എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുമായി വളരെ അടുത്ത ബന്ധമില്ലാത്ത, മുസ്ലിങ്ങളെ ഒരു കൈ അകലത്തിൽ നിർത്തുന്ന ഒരു പാർട്ടിയാണ് BJP എന്നാണ് പൊതുവെയുള്ള ധാരണ. ഇതൊരു മുസ്ലിം സ്ത്രീയാണ്. ഇവരോട് മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും? ഞാൻ BJPക്ക് വോട്ട് ചെയ്യും. നിങ്ങളൊരു മുസ്ലിം അല്ലേ, പിന്നെ എന്തിനാണ് BJPക്ക് വോട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം, ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ BJPക്ക് മാത്രമേ വോട്ട് ചെയ്യൂ എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഡൽഹിയിൽ BJPക്ക് ഒരു തരംഗം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തന്നെയാണോ ഈ വാക്കുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിലെയും തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ, ഉത്തർപ്രദേശ് അടക്കം, അവിടെയൊക്കെ നല്ല രീതിയിൽ മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ വർഗീയ സംഘടനകൾ ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾ അതിൻ്റെ ഇരയായി മാറിത്തീരുന്നുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാത്തൊരു വിഭാഗമാണ് എന്ന ഒരു ജനറൽ കൺസെപ്റ്റ് തീർച്ചയായിട്ടും ശരിയല്ല, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ. ഇപ്പോൾ കേരളത്തിലേക്ക് അതിന് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ വേണമെങ്കിൽ നമുക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾ തീർച്ചയായിട്ടും BJPക്ക് നല്ല രീതിയിൽ വോട്ട് ചെയ്യുന്നുണ്ട്. ഡൽഹി തിരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഡൽഹി തിരഞ്ഞെടുപ്പ് എങ്ങനെ BJPക്ക് അനുകൂലമായി മാറും എന്ന് നമ്മൾ നോക്കിയാൽ അതിനുള്ള സാധ്യതകൾ കൂടുതൽ ഉള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഈ വർഷം എന്ന് പറയാം. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ആം ആദ്മി പാർട്ടി വലിയ തരത്തിൽ അവരുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കമുണ്ടാക്കിയ കാലമാണ് കടന്നുപോയത്. അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ളത് മദ്യനയവുമായി ബന്ധപ്പെട്ട് അവരെടുത്ത നിലപാടും അതിൽ കണ്ടമാനം പണം അവർ വാങ്ങി എന്നുള്ളതും അതൊരു യാഥാർത്ഥ്യമായിട്ട് എല്ലാവരും വിശ്വസിക്കണം. അതിൻ്റെ കാരണം ആം ആദ്മി പാർട്ടി ഡൽഹിയിലാണ് മുളച്ചതും വളർന്നതും വലുതായത്. പക്ഷേ മനുഷ്യൻ്റെ അധികാരാർത്ഥി എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കില്ല. ഇപ്പോൾ കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹി പോരാ, അദ്ദേഹം ഇന്ത്യയിൽ മുഴുവൻ സ്ഥലത്തും ആം ആദ്മി പാർട്ടിയെ വളർത്തി വലുതാക്കി ഇന്ത്യയുടെ ഭരണം തന്നെ ആം ആദ്മി പാർട്ടിയുടെ കൈകളിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ചില നീക്കങ്ങളാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് ഭരണാധികാരം കൊണ്ടുപോയി കൊടുത്തത്. ഗോവയിൽ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഈ പഞ്ചാബിലും ഗോവയിലും അതേപോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടി പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പണം ആവശ്യമാണ്. ആ പണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വൻ അഴിമതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP അടക്കം വലിയ തോതിൽ പണം സമാഹരിച്ചിട്ടാണ് തിരഞ്ഞെടുപ്പുകളിൽ അവരുടെ വിജയം സ്ഥാപിക്കുന്നത്. നമ്മൾ എത്രയോ കഥകൾ കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടതാണ്. റിസോർട്ട് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് ഒരു MLA വിലക്ക് വാങ്ങുന്നതിന് വേണ്ടി 2 കോടി മുതൽ 10 കോടി വരെ വാഗ്ദാനം ചെയ്യപ്പെട്ട വാർത്തകൾ നമ്മൾ വായിച്ചതാണ്. അപ്പോൾ ഇവർക്ക് പണം കൊടുക്കണമെങ്കിൽ പണം എവിടെ നിന്ന് കിട്ടും? പണം ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അഴിമതി പണം എന്ന് പറയുന്നത് അധികാരം ഉറപ്പിക്കുന്നതിനുള്ള ഒരു രക്തകമ്പളമായി മാറി. ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അഴിമതിക്കെതിരെ വലിയ ഒരു പോരാട്ടം നടത്തുന്ന പാർട്ടിയായിട്ട് അവതരിപ്പിക്കുന്നത്. അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ജീവിച്ചിരിക്കുന്ന ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടികളൊക്കെ ആരംഭിക്കുന്നത്. പക്ഷേ കുറേ കഴിഞ്ഞ് അണ്ണാ ഹസാരെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ BJPയുമായി അടുപ്പത്തിലായി. അത് ആ പ്രശ്നങ്ങൾ അവസാനിച്ചു. പക്ഷേ ഇവിടെ അതിൽ നിന്ന് ഊർജം ശേഖരിച്ച് കേജ്രിവാൾ എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുകയും അധികാരം നേടുകയും ചെയ്തു. ആ അധികാരം നേടിയതിന് ശേഷം അവർ ഡൽഹിയിൽ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്ന തരത്തിലായിരുന്നു. ക്ഷേമപ്രവർത്തനങ്ങളിൽ ഊന്നി നിന്നിട്ടായിരുന്നു അവരുടെ വോളണ്ടിയർ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. അങ്ങനെയാണ് അവർക്ക്
കാലുറപ്പിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോഴും ഡൽഹിയിലെ ജനങ്ങൾ 2 രീതിയിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആം ആദ്മി പാർട്ടിയെ മുച്ചൂടും അവർ തോൽപ്പിച്ചു. ഡൽഹിയിലെ 7 ലോക്സഭാ നിയമമണ്ഡലങ്ങളിലും BJP ആണ് ജയിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഒരു വിവേചന ബുദ്ധി എന്ന് പറയുന്നത് വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ അവരെ തോൽപ്പിക്കുകയും BJPയെ ജയിപ്പിക്കുകയും ചെയ്യുന്ന ശീലമാണ്, രീതിയാണ് പാർലമെൻറ്റിൽ അവർ സ്വീകരിച്ചത്. പക്ഷേ ഡൽഹിയുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ, സംസ്ഥാന പദവി എന്നൊക്കെ പറയുന്നത് വലിയ പ്രശ്നങ്ങളുള്ള കാര്യമാണ് അവിടെ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് ജനങ്ങൾ ആപ്പിനെയാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ കാരണം അവരുടെ വോളണ്ടിയർ പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായിരുന്നു എന്നും. പക്ഷേ വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കുക, വിദ്യാഭ്യാസത്തിന് സൗജന്യ സൗകര്യങ്ങൾ ഒരുപാട് ഉണ്ടാക്കി കൊടുക്കുക, മറ്റ് പലതരത്തിലുള്ള സൗജന്യങ്ങൾ നൽകുക. ഈ സൗജന്യങ്ങൾ, അതെ, സൗജന്യങ്ങൾക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അത് സൗജന്യങ്ങളല്ലാതെയാവും. അപ്പോൾ ആളുകൾക്ക് അതിനകത്ത് വലിയ ആകർഷണം ഉണ്ടാവില്ല. ഇപ്പോൾ ആപ്പെത്തി നിൽക്കുന്ന ആ അനാകർഷണ തലത്തിലാണ്. ഈ അനാകർഷണ തലം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് BJP ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ ശ്രമത്തിൽ വിജയിച്ചാൽ BJPക്ക് അവിടെ പതുക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആം ആദ്മി പാർട്ടിയുടെ കോട്ടയിൽ വിള്ളലുണ്ടാക്കി കടന്നു വരാനായിട്ട് കഴിയും. അത് എത്രത്തോളം എന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയുന്നതല്ല. എന്തായാലും ആം ആദ്മി പാർട്ടിക്ക് കുറേ സീറ്റുകളുണ്ടായിരിക്കും. ഒരുപക്ഷെ അവർ ഭരണത്തിലേക്ക് വന്നേക്കാം. ആ വന്നേക്കാം എന്ന് പറയുന്ന സാധ്യതയിലാണ് BJPക്ക് അധികാരത്തിൽ വരാനായിട്ടുള്ള സാധ്യത തെളിഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ BJP അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി എന്ന നിലയിലേക്ക് അവിടുത്തെ തിരഞ്ഞെടുപ്പ് മത്സരം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഏകപക്ഷീയമായിട്ട് ആപ്പ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എങ്കിൽ ഇപ്പോഴത് മാറി ചിലപ്പോൾ BJP ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ആപ്പായിരിക്കും എന്നുള്ള നിലത്തേക്ക് ഇത് മാറി. അത് BJPയുടെ ഒരു വലിയ വിജയമാണ്. ഈ BJPയുടെ വിജയം കൂടിയല്ലേ ഇപ്പോൾ ഈ എന്താ ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ BJPക്കൊപ്പം നിൽക്കുമെന്ന് പറയുമ്പോൾ ഈ മുത്തലാഖ് പോലെയുള്ള ബില്ലുകൾ BJP കൊണ്ടുവന്നതിൻ്റെ പേരിൽ നിരവധി ഉത്തർപ്രദേശിലൊക്കെ നിരവധി മുസ്ലിം സ്ത്രീകൾ BJPക്ക് വോട്ട് ചെയ്തു എന്നൊക്കെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ ബില്ലുകളൊക്കെ ഒരു ഭാഗത്ത് BJPക്ക് തിരിച്ചടിക്കുമ്പോൾ മറുഭാഗത്ത് BJPക്ക് അനുകൂലമായി മാറുന്നു എന്നുള്ളൊരു സ്ഥിതിയാണോ നമ്മൾ ഈ വാക്കുകളിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? അല്ല, തിരിച്ചടികളേക്കാൾ ഉപരി അത് ഈ മുസ്ലിം സ്ത്രീകൾ അവരുടെ ഒരു സ്വാതന്ത്ര്യമാണല്ലോ ഇതുവഴി അവർക്ക് ലഭിക്കുന്നത്. കാരണം ചുമ്മാ എന്താണ് മുത്തലാഖ് എന്ന് പറയുന്ന പ്രതിഭാസത്തിലൂടെ വെറുതെ മൊഴിയൊല്ലി അവരെ വഴിയാധാരമാക്കുന്ന രീതിയാണ് തുടർന്നു വന്നിരുന്നത്. അതിനെതിരെ ആണ് സ്ത്രീ സമൂഹം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ബില്ല് യാഥാർത്ഥ്യമായപ്പോൾ നിരവധി മുസ്ലിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, മുസ്ലിം സ്ത്രീകൾ എന്ത് ചെയ്തിരിക്കുന്നു, BJPക്ക് വോട്ട് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്നു. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു മുസ്ലിം സ്ത്രീയുടെ ശബ്ദമാണ് നമ്മൾ ഈ സർവേ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞ് കേട്ടത്. അവർ പറഞ്ഞത് ശരിയാണ്. അവർക്ക് താല്പര്യം BJPക്ക് വോട്ട് ചെയ്യലാണ്. മുസ്ലിം വേറെ ആർക്ക് വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം? കാരണം ഇങ്ങനെ നിലനിൽക്കുന്നതായിട്ടുള്ള നിയമങ്ങളെ മാറ്റുക എന്ന് പറയുന്നത് അവരുടെ കൂടി ആവശ്യമാണ്, പൊതുസമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ്. ആ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എപ്പോഴും BJPക്ക് വരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അവർ മുസ്ലിങ്ങളെ അപരവൽക്കരിച്ച് ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് മുന്നേറുന്ന രീതിയാണ്. അത് മാറണം. ഇപ്പോൾ ഈ സ്ത്രീ പറയുന്ന വാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ മുസ്ലിങ്ങളെയും ഇതിൻ്റെ കൂടെ കൊണ്ടുനടക്കാനായിട്ട് BJP ശ്രമിക്കുകയും മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഒരിടയ്ക്കൊരൊറ്റ MP പോലും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് BJP ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. വേണ്ട എന്ന് പറയാം. ആ വേണ്ട എന്ന് പറയുന്നതിന് ഗുണം കിട്ടുമെന്ന് കരുതിയിട്ടാണ് വേണ്ട എന്ന് പറയുന്നത്. അവരും കൂടി വേണം എന്ന് പറഞ്ഞാൽ അതിന് ഗുണം കിട്ടുമെന്ന് വന്നു കഴിഞ്ഞാൽ BJP എന്ത് ചെയ്യും? അവരെയും കൂടി കൂട്ടിച്ചേർക്കും എന്നാണ് എനിക്ക്. അപ്പോൾ ഈ സ്ത്രീയുടെ സംഭാഷണമൊക്കെ BJPയും സ്വാധീനിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ഗുണകരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ പൊളിറ്റിക്കൽ ചക്രവാളം മാറിത്തീരാനായിട്ടുള്ള സാധ്യത തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഡൽഹിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയുടെ അവരുടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്ന പ്രദേശമാണ് ഡൽഹി എന്ന് പറയുന്നത്. BJPയുടെ ഏറ്റവും വലിയ സങ്കടവും അത് തന്നെയാണ്. കേന്ദ്രം മൂന്നാമത്തെ വട്ടമാണ് കേന്ദ്രത്തിൽ ഇപ്പോൾ BJP അധികാരത്തിലേക്കുന്നത്. പക്ഷേ ഡൽഹിയിൽ എന്തെല്ലാം അടവുകൾ എടുത്തിട്ട് പോലും അവർക്ക് അധികാരത്തിലെത്താനായിട്ട് പറ്റുന്നില്ല. അവരുടെ ആഗ്രഹം ഡൽഹിയും അതേപോലെ തന്നെ കേന്ദ്ര ഭരണവും ഒരുമിച്ച് BJPയുടെ കയ്യിലിരിക്കണം. അതാണ് ഡബിൾ എൻജിൻ എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള തന്ത്രങ്ങളും പ്രയോഗങ്ങളും
പ്രാചാരണങ്ങളും ഒക്കെ BJP ഇപ്പോൾ അവിടെ നിർവഹിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് അറിയണമെങ്കിൽ കുറച്ച് ദിവസം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും.